സ്ലാബ് ഇട്ട് മൂടുകയായിരുന്നു എന്ന് പറഞ്ഞ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതെന്തായി മാറുന്നത്? ഇതൊരു സ്വാഭാവിക മരണത്തിൽ നിന്നും ഇതൊരു അൺനാച്ചുറൽ ഡെത്തായി മാറുന്നത്. മതത്തിൻ്റെ പേരിൽ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല ഭരണഘടന തരുന്നത്. സ്വാഭാവികമായിട്ടും ജീവനോടെ ഇല്ല. തൻ്റെ കേസ് എന്താണെന്ന് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനി ഒരു പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ സത്യം ഭരണകൂടത്തിന് ജനങ്ങളെ ബോധിപ്പിക്കാതെ നമ്മുടെ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ സർക്കാർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ശരി. ഇന്ത്യയിലെ നമ്മുടെ ക്രിമിനൽ നിയമം ഈ വിഷയത്തിൽ അത്രയൊന്നും ശക്തമല്ല എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഒരാൾക്ക് പ്രായം ചെന്ന് മരിക്കാം, ഒരാൾക്ക് അസുഖബാധിതനായി മരിക്കാം, ഒരാൾക്ക് അപകടത്തിൽപ്പെട്ട് മരിക്കാം, കൊലപാതകത്തിലൂടെ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാം. ഇതല്ലാതെ ജീവനോടെയുള്ള ഒരാളെ കുഴിയിൽ വെച്ച് സ്ലാബ് ഇട്ട് മൂടുക എന്ന് പറയുന്ന, സമാധി എന്ന് പറയുന്ന ഒരു മരണരീതി ഈ രാജ്യത്ത് നിലവിലില്ല. നമ്മളത് അംഗീകരിച്ചിട്ടില്ല. ഇത് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണ്. ഇത് അവരുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ പ്രശ്നമല്ല. അവർ പറയുന്നത് പോലെ ഇത് അവരുടെ കുടുംബത്തിനകത്ത് മാത്രം അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.